ആരോഗ്യവകുപ്പ് ജീവനക്കാർ പറഞ്ഞായിരുന്നു അവർക്ക് പരിചയക്കുറവാണെന്ന്. പരിചയക്കുറവായതുകൊണ്ടാണ് അവര് കൊല ചെയ്യപ്പെട്ടത്. എന്ത് പരിചയത്തിന്റെ കുറവാണ്? ഓടി രക്ഷപ്പെടാൻ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു, പോലീസ് വരെ ഓടി രക്ഷപ്പെട്ടു. ഈ പാവം കുട്ടിയാണ്, എന്നിട്ട് അവർക്ക് പരിചയക്കുറവാന്ന് പറയാം. കുറെ കൂടിയൊക്കെ സൂക്ഷിച്ച് പ്രതികരിക്കുക, ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം അറിഞ്ഞു, അത്രയും ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ല, അവരുടെ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വത്തിനനുസരിച്ച് അവർ സംസാരിക്കുക. ഞങ്ങളിപ്പോ എന്ത് സംഭവം ഉണ്ടായാലും ഓടി മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പറയുന്ന പ്രതിപക്ഷമല്ല. പക്ഷെ ഇത് കേരളം വിലയിരുത്തുന്നുണ്ട്, അതത്രേ ഞാൻ പറയുന്നുള്ളൂ. വരട്ടെ. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നുണ്ട് ഡോക്ടർമാരുമായിട്ട്, അവർ വലിയ പ്രതിഷേധവും സമരവും ഒക്കെ മുന്നോട്ട്. അല്ല, ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതിനൊക്കെയാണല്ലോ നിയമസഭാ സമ്മേളനം നടക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് ഗൗരവത്തോടുകൂടി ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് അതിന് വളരെ നിസ്സാരമായ മറുപടിയും നൽകി ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക. ഇതുപോലെ ദുരന്തം ഉണ്ടായി. ഇപ്പോൾ ബോട്ടപകടം ഉണ്ടായി, ഇതിനു മുമ്പും ബോട്ടപകടം ഉണ്ടായി, വീണ്ടും ബോട്ടപകടം ഉണ്ടായപ്പോൾ വീണ്ടും വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി ഇല്ലേ? അതുപോലെ ഈ സംഭവം കുറച്ചു ദിവസം നിൽക്കും, ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഒരു സുരക്ഷിതത്വം ഇവരുണ്ടാവില്ല. അപ്പൊ എല്ലാവരും മറന്നു പോകും, അപ്പൊ ഇവരും മറന്നു പോകും. മനസ്സിലായില്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. രാത്രിയിൽ ഒരു വലിയ തോതിൽ ഒരു ക്രിമിനലായിട്ടുള്ള ഒരാളെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട നടപടികൾ പോലും സ്വീകരിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ന്യായീകരിക്കുന്ന വിചിത്രമായ കാര്യമാണ്.